റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പത്തരമാറ്റ് സീരിയല് ഇന്നത്തെ എപ്പിസോഡ് രേവതി മുത്തശ്ശനോട് പറയുന്നുണ്ടല്ലോ, ദേവേനി ചേച്ചിക്ക് മോക്ക് ജീവനാ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരാളെ വ്യക്തമായ തെളിവില്ലാതെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, നവ്യക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാല ദേവേനി ചേച്ചി എടുത്ത് കുടിച്ചിരുന്ന കാര്യം ഉറപ്പാ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അത് ശരിയാ മുത്തശ്ശ, എനിക്ക് വേണ്ടിയിട്ടാ നയന പാല് ചൂടാക്കി വെച്ചത്. പിന്നെ അവൾ അവിടെ പോയി നോക്കുമ്പോൾ പാൽ അവിടെ കാണാനില്ല. പിന്നെ വേറെ പാല് ചൂടാക്കി എനിക്ക് അവൾ കൊണ്ടു തന്നത്. അതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശനപ്പൊ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ദേവേനി പാല് കുടിച്ചിട്ടാണോ അതോ അവൾക്ക് വേറെ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാതെ ആരും ആരെയും പരസ്പരം വിമർശിക്കുകയും കലയ്ക്കുകയും വേണ്ടെന്ന് പറയുക. ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോനെ എത്തിയോ? ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു, എങ്ങനെയുണ്ട് ഇപ്പോ? ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. നിന്റെ മോൻ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലല്ലോ. എടാ, എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ച കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് സത്യം പറയണം. ആദർശ് പറയാ, അമ്മ ഇപ്പൊ ഐസിയില്ല. ഇന്നലെ കുടിച്ച പാല അമ്മ വീട്ടിൽ കളഞ്ഞത്. ഉള്ളിൽ നന്നായി വിഷം ചെന്നിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത് കേട്ടപ്പോ എല്ലാരും ഞെട്ടുന്നുണ്ട്. ഉടനെ അനാമിക പറയുന്നുണ്ട്, കണ്ടോ പാല് കുടിച്ചിട്ടാ അത് സംഭവിച്ചത്. രേവതി പറയുന്നുണ്ട്, ആ പാല് അടുക്കളയിൽ കായ്ച്ചു വെച്ചത് ആദർശിന്റെ ഭാര്യയാ. ആദർശ് ഉടനെ പറയുന്നുണ്ട്, അതുകൊണ്ട് നയന ഇവിടെ വന്നതിന് ശേഷം അടുക്കള പണിയെല്ലാം ചെയ്യുന്നത് നയന തന്നെയാ എന്ന് വെച്ചിട്ട് ഇതുവരെ അവള് വിഷം വിളമ്പിയിട്ടില്ല. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ആ പാലിന്റെ അകത്ത് വിഷം ചേർത്തവരായിരിക്കും ഇപ്പൊ മറ്റുള്ള മേൽ പഴി ചാരുന്നത്. അപ്പൊ മുത്തശ്ശൻ പറയുക, നവ്യെ വ്യക്തമായി തെളിവില്ലാതെ ആരെയും പ്രതിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞ ആർക്കും എന്താ തല കയറാത്തത്? വീട്ടിൽ ഒരാൾക്ക് ആപത്ത് വരുമ്പോ പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. തളർന്നു പോയ ആള് പഴയപടി തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കുക വേണ്ടത്. ആദർശ് പറയുന്നുണ്ട്, നയനും അച്ഛനും ഹോസ്പിറ്റലിലാണ്, അവർക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. രേവതി മുത്തശ്ശനോട് പറയുക, സാറേ, എന്റെ മോളുടെ ജീവിതം ഇവിടെ സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ എന്റെ മോക്കും ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുത്തശ്ശൻ അപ്പൊ പറയുക, അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ അനിയുടെ അനുവാദത്തോടെ രേവതിക്ക് വേണമെങ്കിൽ മകളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവാം. രേവതി പറയുന്നുണ്ട്, അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട്, ഏതർത്ഥത്തിലായാലും ഭയന്ന് നമ്മൾ അങ്ങനെ ഒരിടത്ത് ജീവിക്കാൻ പാടില്ല. അനാമി പറയുന്നുണ്ട്, സോറി മുത്തശ്ശ, അമ്മയുടെ ഉള്ളിലെ ഭയം കൊണ്ട് പറയുക. അനാമിക രേവതി വിളിച്ചോണ്ട് പോവുക. അനാമിക റൂമിൽ പോയിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരാ? നിന്റെ സ്വന്തം വല്യമ്മയല്ലേ? അതും നിന്നെ ആദർശിടുന്ന പോലെ സ്നേഹിക്കുന്ന വല്യമ്മ. അവരെ കൊല്ലാൻ നോക്കിയത് സ്വന്തം മരുമകളെ തന്നെയാ. അവളുടെ ചേച്ചിക്ക് അസല് പശുവും പാല് കൊടുത്തിട്ട് വല്യമ്മയുടെ പാലിന്റെ അകത്ത് വിഷം കലർത്തി. അനി പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്താലും നയനിട്ടത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നീ എന്ത് പറഞ്ഞാലും അവളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാടാ? അപ്പൊ അനി പറയുന്നുണ്ട്, നീ പറഞ്ഞതിൽ കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെ നീയും നിന്റെ അമ്മയും വന്നതിന് ശേഷം ഇത്തരം സന്ദർഭങ്ങളൊക്കെ ആവർത്തിക്കുന്നത്. ഇതിനു മുമ്പ് അപ്പം ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലേ? ആദർശ് നനി പറയുന്നത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളം തീക്ഷ്ണമല്ലായിരുന്നു കാര്യങ്ങളൊക്കെ. അബിയും അപ്പച്ചിയൊക്കെ വളഞ്ഞ വഴിയിലൂടെ പോകുന്നതാ, അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നവ്യേട്ടത്തെയും സ്വഭാവം അത്ര നല്ലതായിരുന്നില്ല, ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നീ വന്നതിന് ശേഷം അത് രൂക്ഷമായെന്നാ ഞാൻ പറഞ്ഞത്. അനാമിക പറയുന്നുണ്ട്, നീ പറഞ്ഞു വരുന്നത് ഞാനും അമ്മയും കൂടെയാണ് എന്റെ വലിയ ഹോസ്പിറ്റലിലാക്കിയെന്നാണോ? എന്ന് ഞാൻ പറയുന്നില്ല, കാണാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല എന്ന് അനി പറയുന്നുണ്ട്. പക്ഷേ ഏട്ടത്തെ നീ കുറ്റപ്പെടുത്തിയ അത് ഞാൻ സഹിച്ചെന്ന് വരത്തില്ല. അപ്പൊ അനാമിക പറയുന്നുണ്ട്, നിനക്ക് നയനിട്ട് തന്ന ജീവനാന്ന് എനിക്ക് അറിയാണ്ടാ. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ കൂടുതലൊന്നും പറയണ്ട. എന്നിട്ട് നിന്റെ കാമുകിയുടെ ചേച്ചിയല്ലേ എന്ന് അനി പറയുന്നുണ്ട്, അതിലുപരി എന്റെ ഏട്ടത്തി അമ്മയാണ്. അങ്ങനെ ഞാൻ അവരെ കാണുന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർഹതയുണ്ട്. അവര് ഈ വീട്ടിലുള്ളവർക്ക് നല്ല ഭക്ഷണം മാത്രമേ വിളമ്പി കൊടുത്തിട്ടുള്ളൂ. അത് മുത്തശ്ശനും മുത്തശ്ശിക്കും എന്റെ അച്ഛനും വലിയച്ഛനൊക്കെ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അനാമിക പറയുന്നുണ്ട്, ഇവിടുത്തെ ആണുങ്ങളുടെയൊക്കെ ഒരു പിരി പോയി കിടക്കുക. അനി പറയുന്നുണ്ട്, നല്ല രീതിയിൽ പിരി പോയ ഒരാള് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, വേണു ഒന്ന് അയാളുടെ പേര്. അനാമിക പറയുന്നുണ്ട്, നിന്റെ വീട്ടിലെ ആണുങ്ങളെ പേര്
പേര് പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടുവല്ലേ? അനി അറിയുന്നുണ്ട് ഈ വീട്ടിൽ ആണത്തം ഇല്ലാത്ത ഒരാളെ ഉള്ളൂ, അഭിയ. ബാക്കി എല്ലാവരും നട്ടിലുള്ള ആണുങ്ങൾ തന്നെയാ, നന്മയുള്ളവര്. അവരെ പറഞ്ഞാ ഞാൻ തിരിച്ചു പറയും. അനാമിക അപ്പൊ പറയുന്നുണ്ട്, എടാ അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം പാചകം ചെയ്യുന്നതും പാല് കാച്ചുന്നതും ഒക്കെ നീ ഈ പറയുന്ന ഈ ഏട്ടത്തിയമ്മയാ. അപ്പം അവരല്ലേ യഥാർത്ഥ പ്രതി. അനിയപ്പ പറയുക, വഴക്കിലൂടെയാ ആദർശേട്ടനും ഏട്ടത്തെയും പരിചയപ്പെട്ടത്. കല്യാണം കഴിഞ്ഞ ശേഷം വഴക്കുണ്ടായിരുന്നു. എന്നാൽ ആ ആദർശേട്ടൻ നയനേട്ടത്തെ ഇപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹവേ കുറുക്ക് വഴിയിലൂടെ പിടിച്ചു വാങ്ങിയതൊന്നുമല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെ എന്റെ ഏട്ടന്റെ മനസ്സിലൂടെ ഇടം നേടിയതാ. അങ്ങനെയുള്ള നയനേട്ടത്തെ നീയല്ല ആര് പറഞ്ഞാലും ഞാനും ആദർശേട്ടനും ഒന്നും സംശയിക്കില്ല, പ്രതിസ്ഥാനത്ത് നിർത്തത്തില്ല. പിന്നെ സംശയിക്കുന്നവർക്ക് വെറുതെ വായിട്ടലയ്ക്കാന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് റൂമിൽ പോവുക. അനാമികയ്ക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. നയനയുടെ ഫോണിലോട്ട് നയനയുടെ അമ്മ വിളിക്കുക കേട്ടോ. അമ്മയാണല്ലോ വിളിക്കുന്നത്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് നവ്യ ചിന്തിക്കുക. എന്നിട്ട് ഫോൺ എടുത്ത് കനക പറയുന്നുണ്ട്, മോളെ ഇന്നലെ രാത്രി ഞാനും അച്ഛനും സുഖമായിട്ട് ഉറങ്ങി എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള്. അല്ല നയന മോളെവിടെ? അവളപ്പുറത്തുണ്ട് അമ്മേ, ഞാൻ വിളിച്ചൊന്ന് പറഞ്ഞേക്കണേ. അഭിമോനുണ്ടോ അടുത്ത്? ഇല്ല, പുറത്തോട്ട് പോയിരിക്കാം. ശരി മോളെ. നയനയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, പക്ഷെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറുന്ന സ്വഭാവം നിന്റേത്. നവ്യ മോളെ ഇനി അങ്ങനൊന്നും വേണ്ട കേട്ടോ. ഭർത്താവ് സ്നേഹിച്ചു തുടങ്ങി അതിന്റെ ഇരട്ടിയായിട്ട് സ്നേഹം കാണിക്കണം. ഇനി അവരുടെ രണ്ടുപേരുടെ സ്നേഹം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നയനയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, പക്ഷെ നീ അങ്ങനെയല്ല. ചില സമയത്ത് നിന്റെ സ്വഭാവം പെട്ടെന്നാ മാറുന്നത്, അത് വേണ്ടെന്നാ ഞാൻ പറയുന്നത്. നയന പറയുന്നുണ്ട്, ഇനി അങ്ങനെ സംഭവിക്കില്ല അമ്മേ. മോളുടെ സംസാരത്തിൽ എന്താ മോളെ ഒരു പതർച്ച പോലെ? ഒന്നുമില്ല എന്ന് പറയാ നവ്യ. ഇപ്പൊ എണീറ്റതല്ലേ ഉള്ളൂ, ഒരുപാട് സമയം കിടന്ന് ഉറങ്ങല്ലേ, രാവിലെ എണീറ്റ് അവിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഇപ്പൊ മോളുടെ അവസ്ഥയൊക്കെ അറിയാം, എന്നാലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുവാട്ടോ. എന്നിട്ട് റൂമിലേക്ക് അഭി കയറി വരുന്നുണ്ട്. നവ്യോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി നിനക്ക് പാല് കാച്ചിയത് നയനേട്ടത്തിയാണോ? ശരിക്കും അവർ ചെയ്ത എന്താന്ന് അറിയാവോ? നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാനാ നോക്കിയത്. നവ്യ അപ്പൊ പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞു വരുന്നത്? അതായത് നിനക്ക് തരാൻ കാച്ചി വെച്ചിരുന്ന പാല് അമ്മായി എടുത്ത് കുടിച്ചത്, അതിനുശേഷം നയന എനിക്ക് പാല് കൊണ്ട് തന്നല്ലോ. നവ്യ പറയുക, അതിലൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് അമ്മായി കുടിച്ച ശേഷം പകരം നിനക്ക് കൊണ്ട് തന്നതായിരിക്കും ആ പാല്. നിനക്ക് തരാൻ വെച്ചിരുന്ന പാലിന്റെ വിഷം ചേർന്നത്. നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും നയൻ എന്റെ കുഞ്ഞിനെ കളയാൻ ശ്രമിക്കില്ല. മുമ്പേ എനിക്ക് അവളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ ജീവിതം നന്നായി പോകുന്നതിനേക്കാളും എന്റെ ജീവിതം നന്നായി പോകണമെന്ന് ചിന്തിക്കുന്ന ആളാ അവള്. അവയപ്പോ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അഭിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിട്ട് സ്നേഹമായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് ധൈര്യച്ചിട്ടില്ല എന്നാ അഭി പറയുക. അപ്പൊ നവ്യ പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല പ്രതീക്ഷയില്ല, ഇന്നലെ രാത്രി അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്നാ പറയുന്നത്. അഭി പറയുക, നമ്മുടെ ഉറക്കമല്ലേ പോയത്, ഇന്നലെ രാത്രി അമ്മായി ഹോസ്പിറ്റലായതോടെ ആരാ ഉറങ്ങിയിട്ടുള്ളത്? നവ്യ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ഭർത്താവ് തരുന്ന സ്നേഹത്തിൽ അപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. സത്യം പറഞ്ഞ പഴയ കാലമില്ല ഇന്ന്. കല്യാണം കഴിഞ്ഞാൽ ഈ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാ ഭാര്യ ഭർത്താവും പരസ്പരം തല്ലുകൂടുന്നത്. അവരുടെ പ്രണയവും സ്നേഹവും എല്ലാം നശിപ്പിക്കുന്നത് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞിട്ടാ. അഭി പറയുന്നുണ്ട്, ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്ന? നവ്യ പറയാ, ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ എന്റെ വീട്ടിൽ പോകണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അന്നൊക്കെ എനിക്ക് ഈ വീട് തന്നെ എനിക്ക് സ്വർഗമായിരുന്നത്, കാരണം ഇത്ര സുഖസൗകര്യങ്ങളൊന്നും എന്റെ വീട്ടിലില്ല. പക്ഷെ നയന എന്റെ കണ്ണ് തുറപ്പിച്ചത്. അതിനുശേഷം നീ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു, എന്നെ പാർക്കിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു. ഒരുപക്ഷെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം അതായിരിക്കും, കാരണം ആ കുഞ്ഞിന്റെ അമ്മ അത്ര മാത്രം സന്തോഷിച്ചു. അപ്പൊ അവ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ആ കുഞ്ഞിന്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസമായിരുന്നു ഇന്നലെ.
എന്ന്. നവ്യ അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നേ? അഭി പറയുന്നുണ്ട്, ദേ നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ വേദനയിലാ ഞാൻ. നവ്യ അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്, ആ പാല് ഞാൻ കുടിക്കുമെന്ന് കരുതിയിട്ട് മനഃപൂർവ്വം അതിലാരോ വിഷം കലർത്തിയതാ. അത് ദിശ മാറി പോയതാ. ഞാൻ കുടിക്കേണ്ട പാല് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാഗ്യം കരുതിയാ ഞാൻ കുടിക്കാതിരുന്നത്. അപ്പൊ പറയുന്നുണ്ട്, നിന്റെ അനിയത്തി എന്ന് പറയുന്നവളുണ്ടല്ലോ, ഒരു ഫോഡാ. അവളുടെ അമ്മയെ ഇഷ്ടമല്ല. ആ വിരോധം വെച്ചിട്ട് എന്റെ അമ്മായിയെ കിടത്തിയതാ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവുക. മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുമ്പോഴത്തേനും ജലജ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ? അല്ല, ഒരുത്തൻ മലയ്ക്ക് പോകാനുള്ള വൃത്തത്തില് അവന്റെ ഭാര്യ ഒന്നും അറിയാത്ത പോലെയാ ഏത് നേരം അവന്റെ കൂടെ കൊഞ്ചു കഴിയുക. ആരുടെ കാര്യമോ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അയ്യോ, എന്റെ മോന്റെയും മരുമോളുടെ കാര്യമാ. അവര് പറഞ്ഞു തിരുത്താൻ നിനക്ക് കയ്യിലെന്ന് മുത്തശ്ശി ചോദിക്കുക. ജലജ പറയുന്നുണ്ട്, എന്റെ മോനോട് എനിക്ക് പറയാം, പക്ഷെ മരുമോളോട് പറ്റുമോ? അവളോട് എന്തെങ്കിലും പറയുവാണെങ്കിൽ അവളെന്നെ തല്ലും. ഇങ്ങനെ പറയുമ്പോഴത്തേനും അബി ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അബിയോട് പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മയ്ക്ക് ഒരു പരാതി, നീയും നവ്യയും അകലം പാലിക്കാതെ വ്രതശുദ്ധി ഇല്ലാതെ മുന്നോട്ട് പോവാണെന്ന്. അപ്പൊ അബിയുടെ അടുത്തേക്ക് നവ്യ വരുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശനോട്, ചില സമയത്ത് അത് മറന്നു പോകുന്ന അത് സത്യവാ. കുറെ നാളുകൾക്ക് ശേഷം ഇവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇവൻ ഒരു സ്വാമിയാണെന്ന കാര്യം ഞാൻ മറന്നുപോയെന്ന് പറയാം. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മാല ഇട്ടവർക്ക് ആ ബോധം വേണ്ടേ? അപ്പൊ അവര് പറയുന്നുണ്ട്, മാല ഇടുന്നതിന് മുന്നേ ഇവിടെ ഞാൻ വെറുത്തിട്ടേ ഉള്ളൂ, ഇവിടെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ ഞാൻ. അതുകൊണ്ടാണ് മാല ഇട്ട ശേഷം സ്വഭാവത്തിന് മാറ്റം വരുത്താന്ന് വിചാരിച്ചത്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ വേണമല്ലോ മല ചവിട്ടാനായിട്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമാ. പാലിക്കേണ്ട ചില ചില ചിട്ടകളുണ്ട്, അത് തെറ്റിക്കാൻ പാടില്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. മുത്തശ്ശി പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് മാപ്പ് പറയണോന്ന് പറയുക രണ്ടാളും കൂടി. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നവ്യ പോകുന്നുണ്ട്. അഭി മേളിലോട്ട് പോവുക. ജലജ പറയുന്നുണ്ട്, ഇവരെ മാത്രം കുറ്റം പറയണ്ട, ഇവിടെ വേറെ ഒരുത്തി ഉണ്ടല്ലോ, നയന. മുത്തശ്ശിയപ്പം പറയുന്നുണ്ട്, ആദർശ് നയനി 2 റൂമിലാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ടൊന്നും കാര്യമില്ല അമ്മേ, രണ്ടും കൂടെയൊക്കെ കൊഞ്ചു കഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുത്തശ്ശനപ്പൊ പറയുന്നുണ്ട്, നീ കാണാത്ത പല കാഴ്ചകളും കാണുമല്ലോ, പ്രത്യേകിച്ച് ആദർശിന്റെയും നയനയുടെയും കാര്യത്തില്. നവ്യ നയനേക്കാളും മൂത്തയാണെങ്കിലും പക്വതയുടെ കാര്യത്തിൽ നയന ചേച്ചിക്ക് മോളില്ല. അതുകൊണ്ട് ആദർശിന്റെയും നയനയുടെയും കാര്യത്തില് എനിക്ക് പേടിയില്ല. നീ നിന്റെ മരുമോളുടെയും മോന്റെയും കാര്യം നോക്കിയാൽ മതി എന്ന മുത്തശ്ശൻ ജലജയോട് ഇങ്ങനെ പറയുക. ജലജയോട് മനസ്സോട് ചിന്തിക്കുന്നുണ്ട്, ഇന്ന് എല്ലാവർക്കും തിരിച്ചടി കിട്ടിയ ദിവസമാണല്ലോ എന്ന്. നയന നവ്യോട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാരും എന്നെ സംശയിക്കുന്നത്, ഇവിടെ അങ്ങനെയാ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിരിക്കുന്നത്. നയന നവ്യോട് പറയുന്നുണ്ട്, ഞാനല്ല അത് ചെയ്തതെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് പ്രതികൾ വേറെയാണ്. നവ്യ പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് നയനെ, നീ പാല് കാച്ചി വെച്ചത് എനിക്ക് തരാൻ വേണ്ടിയിട്ടാ. ആ പാലാണ് ആദർശേട്ടന്റെ അമ്മ എടുത്ത് കുടിച്ചത്. ഒരു പക്ഷേ ആ പാൽ അവര് കുടിച്ചില്ലാന്നിരിക്കട്ടെ, ആ പാല് ഞാൻ കുടിക്കുകയും ചെയ്തേനെ, ഞാൻ പോവുകയും ചെയ്തേനെ. നയന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, നവ്യ ഇങ്ങനെ പറഞ്ഞത്. നയന അപ്പോ നവ്യോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ആരാ ഇപ്പൊ സംശയം? എനിക്ക് സംശയം എന്റെ ഭർത്താവിനെ അമ്മായിയമ്മയും തന്നെയാ. അതെന്താ അങ്ങനെ? നയന ചോദിക്കുക. അവൻ ഇന്നലെ എന്നോട് ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. എന്നെ വീട്ടിൽ കൊണ്ടുപോയി പുറത്തൊക്കെ ചുറ്റി സിനിമ കണ്ടു. അവൻ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നയനപ്പൊ ചോദിക്കുന്നുണ്ട്, ആ സ്നേഹത്തിന് ഇപ്പൊ എന്തെങ്കിലും മാറ്റമുണ്ടോ? നവ്യ പറയുന്നുണ്ട്, ഇന്ന് അവന് വലിയ താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്നത്തെ സ്നേഹം ഒന്നും ഇന്നില്ല. നയന അപ്പൊ പറയുന്നുണ്ട്, അതായത് ചേച്ചി വിഷം കഴിക്കുമെന്ന് കരുതിയുള്ള സ്നേഹ പ്രകടനമായിരുന്നു ഇന്നലെ കാണിച്ചതെന്നാ ചേച്ചി പറഞ്ഞു തരുന്നത്. നവ്യ പറയുന്നുണ്ട്, അതിനാണ് സാധ്യത. എന്നിട്ട് അവരെല്ലാം ഇത് ചെയ്തെങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് അനാമികയുടെ അമ്മയെയാ. 2 ദിവസം മുന്നേ ഞാനാണല്ലോ പായസത്തിൽ പരസ്പരം മാറ്റിയിട്ട് പണി കൊടുത്തത്. അതിന്റെ പ്രതികാരമാണോ ഇത് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. നയന അപ്പൊ ചോദിക്കുന്നുണ്ട്, ആൾക്കാരെന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നവ്യാവ പറയുന്നുണ്ട്, ഇതല്ല ഇതിന് അപ്പുറവും ചെയ്യും അബിയും അബിയുടെ അമ്മയൊക്കെ. അതുപോലെ തന്നെ അനാമികയും അനാമികയുടെ വീട്ടുകാരും അത്ര നല്ല പുള്ളികളൊന്നും അല്ല.
നായന അപ്പൊ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്നെയല്ലേ? നവ്യ അപ്പൊ ചോദിക്കുന്നുണ്ട്, നിന്നെ ആദർശേട്ടനും അച്ഛനും സംശയമൊന്നും ഇല്ലല്ലോ? നായന പറയുന്നുണ്ട്, ഒട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദർശേട്ടന് അമ്മയ്ക്ക് കൊടുക്കാനല്ലല്ലോ പാല് കാച്ചി വെച്ചത്. പിന്നെ ഞാൻ ഒരിക്കലും വിഷം കലർന്ന പാല് ചേച്ചിക്ക് തരില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുന്നവര് എന്നെ ഒരിക്കലും പ്രതിയായി കാണില്ല. നവ്യപ്പ പറയുന്നുണ്ട്. പക്ഷേ തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് കഥകളും ഉണ്ടാക്കും. ഇപ്പൊ അവരുടെ കഥയിലെ വില്ലത്തി നീയാ. ഇനി ആരും മനഃപൂർവ്വം ആ പാലിൽ വിഷം കലർത്തിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മള് പ്രതിയായി കാണേണ്ടത് ദൈവത്തെയാ. ഞാൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? നിന്റെ യാത്രയെ മുടക്കി നിന്റെ സകല സന്തോഷങ്ങളും നശിപ്പിച്ചത് നിന്റെ അമ്മയാ എന്ന് മാത്രമല്ല, ആ മണ്ഡലകാലത്ത് മനഃപൂർവ്വം ആദർശേടനെ കൊണ്ട് 40 ദിവസത്തെ വ്രതവും എടുപ്പിച്ചു. അതുകൊണ്ട് ദൈവങ്ങൾ തന്നെ നിന്റെ അമ്മയെ ശിക്ഷിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നായനപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ സ്വന്തം മകനെ കൊണ്ട് ഒരു അമ്മ വ്രതം എടുപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് മുന്നിൽ അത്ര വലിയ തെറ്റൊന്നുമല്ല ചേച്ചി. നാവ്യ പറയുന്നുണ്ട്, അല്ല, പക്ഷേ ഇവിടെ അവർ കരുതിക്കൂട്ടി ചെയ്തതല്ലേ, അതുകൊണ്ട് ദൈവം അവരെ ഒന്ന് പരീക്ഷിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. നായന അപ്പൊ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. അമ്മ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ തിരികെ വരണം, അല്ലെങ്കിൽ ആ വീട്ടിന്റെ താളം തെറ്റിപ്പോവും ചേച്ചി. ഡോക്ടർ ജയനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സാറിന്റെ മിസ്സിന്റെ ബ്ലഡ് പൂർണ്ണമായിട്ട് മാറ്റി പുതിയ ബ്ലഡ് നൽകണം. ആദർശ് ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഡോക്ടർ പറയുന്നുണ്ട്, മിക്ക ഓർഗൻസിനെയും വിഷം ബാധിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ കിഡ്നി ലിവറൊക്കെ ഡാമേജ് ആയേനെ. ഇപ്പൊ തന്നെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മലയ്ക്ക് പോകാൻ മാലയിട്ടേക്കോ അല്ലേ, ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജയൻ പറയുന്നുണ്ട്, ദേവേനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിന്റെ അകത്തുള്ള മൊത്തം താളം തെറ്റിക്കും. ഇപ്പൊ തന്നെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് എല്ലാരും കടുത്ത വേദനയില്ല. അതിന്റെ കൂടെ മറ്റൊരു ഷോക്കും കൂടെ താങ്ങാൻ പറ്റില്ല. ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ദേവേനോട് വിശദമായി സംസാരിച്ചു. അവർക്കറിയില്ല വിഷയം എങ്ങനെ ഉള്ളിൽ ചെന്നതെന്ന്. അവരുടെ സംസാരത്തിൽ നിന്ന് സൂയിസൈഡ് ചെയ്തതിന്റെ ഒരു സാഹചര്യം ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാനോ ഭക്ഷണമോ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അത് വളരെ ദയനീയമാണ്. എന്തായാലും അനന്തപുരി തറവാടിന്റെ ഇമേജിനെ കോട്ടം വരുന്ന രീതിയിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നും പുറത്തു വരില്ല. ശരി ഡോക്ടർ എന്ന് പറയുക ജയൻ. ഞങ്ങളും വല്ലാത്തൊരു അവസ്ഥയിലാണ്. സത്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ സംഭവങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഇതിന്റെ ആഘാതം കുടുംബത്തിൽ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കാര്യത്തിൽ നിന്ന് പേടിക്കാനൊന്നും ഇല്ലല്ലോ? അപ്പം അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദേവേനിങ്ങനെ ഹോസ്പിറ്റലിൽ ഐസിയിൽ ഇങ്ങനെ കിടക്കുന്ന ദൃശ്യം കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.